സി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കണേ. മിസ്റ്റർ രാജൻ ആൻ എംപ്ലോയി ഓഫ് എ കമ്പനി ഇൻ കണ്ണൂർ ഈസ് ഇൻ റെസിപ്റ്റ് ഓഫ് എ മന്ത്ലി സാലറി ഓഫ് ₹8,000. He is also entitled to get bonus equivalent to 2 months salary. Okay, he is provided with a rent-free unfurnished accommodation and a car with an with an engine capacity exceeding 1.6 liters. Educational expenses of his son in Australia amounting to ₹50,000 have been met by the employer. He is also provided with a service of a sweeper whose salary of ₹1,000 per month. It is also met by the employer. Determine his total salary income. Okay, കണ്ണൂരാണ്. അപ്പോൾ എന്തായാലും അതെന്ത് സിറ്റിയല്ല, ഒരു ബിഗ് സിറ്റി അല്ല. അപ്പം ആ ഒരു അസംഷനാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് ഇവിടെ സാലറി 8,000 പെർ മന്താണ്. ഈ സാലറിക്ക് 2 മാസത്തെ സാലറി ഈക്വൽ ടു അയാളുടെ ബോണസ് ആണെന്ന് പറയുന്നുണ്ട്. ബോണസ് കൊടുക്കുന്നത് 2 മന്ത്സ് സാലറിക്ക് തത്തുല്യമായിട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അൺഫർണിഷ്ഡ് ഹൗസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അൺഫർണിഷ്ഡ് ഹൗസ്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ കണ്ണൂരായതുകൊണ്ട് തന്നെ അതൊരു ബിഗ് സിറ്റി അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെടുക്കുന്നു, 7.5% സാലറി റേഞ്ചിലേക്ക് എടുക്കുകയാണ്. പോപ്പുലേഷൻ ബിലോ 10 lakhs എന്നുള്ള രീതിയിൽ. ദെൻ കാറ് കൊടുക്കുന്നുണ്ട്. ബിഗ് കാറാണ് കൊടുക്കുന്നത്. അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡ്രൈവർ കൊടുത്തതായിട്ട് പറയുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കാറ് കൊടുക്കുന്നുണ്ടെന്ന് മാത്രം പറയുന്നത് കൊണ്ട് അത് പേഴ്സണൽ യൂസാണോ ഒഫീഷ്യൽ യൂസാണോ ഒന്നും അറിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, 2 പർപ്പസിനും കൂടി ആയിട്ട് ഉപയോഗിച്ചതാണ് എന്ന് അസ്യൂം ചെയ്യണു. ദെൻ എഡ്യൂക്കേഷണൽ എക്സ്പെൻസ് കൊടുക്കുന്നുണ്ട്. 50,000 ആണ്. അതായത് നമുക്ക് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് 1,000 പെർ ചൈൽഡ് എക്സെപ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 1,000 പെർ ചൈൽഡ് ഇൻറ്റു 12 നോക്കിക്കഴിഞ്ഞാൽ 12,000 വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ 50,000 വരുന്നുണ്ട്. ദാറ്റ് ഈസ് അത് 1,000-നേക്കാളും കൂടുതലാണ്. അപ്പോൾ മൊത്തം എമൗണ്ടും എന്ത് ചെയ്യണം, ടാക്സ് ചെയ്യേണ്ടി വരും അല്ലേ? പിന്നെ സ്വീപ്പർ ആൻഡ് ഗാർഡനർ കൊടുക്കുന്നുണ്ട്. എത്ര രൂപ വെച്ചിട്ട്? 1,000 സ്വീപ്പർ കൊടുക്കുന്നുണ്ട്. 1,000 ഇൻറ്റു 12,000. അത് ഫുള്ളി ടാക്സബിൾ ആണെന്നും പറഞ്ഞു. നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സാലറി 8,000 പെർ മന്ത്. 8,000 ഇൻറ്റു 12 വരുന്ന സമയത്ത് 96,000 ഉണ്ടാവും. ബോണസ് ഉണ്ട്. 8,000 പ്ലസ് 8,000 16,000 ആയിരിക്കും 2 മാസത്തെ സാലറി. ദെൻ ബെർക്കിസിറ്റ്സ് ഇതിൽ പറയുന്നത് ഒന്ന് എഡ്യൂക്കേഷണൽ എക്സ്പെൻസ് ആണ്. അത് ഫുള്ളി എന്താണ്, ടാക്സബിൾ ആണ്, 50,000. പിന്നെ റെൻറ്റ് ഫ്രീ ഹൗസ് കൊടുക്കുന്നു. അത് അൺഫർണിഷ്ഡ് ആണെന്ന് പറഞ്ഞു. കണ്ണൂരായതുകൊണ്ട് നമ്മൾ പോപ്പുലേഷൻ ബിലോ 10 lakhsലേക്ക് എടുക്കുന്നു. 7.5% ഓഫ് സാലറിയാണ്. ഇവിടെ സാലറി എന്ന് പറയുന്നത് സാലറി പ്ലസ് DP പ്ലസ് അതർ ടാക്സബിൾ അലവൻസുകളാണ്. അപ്പോൾ ഇവിടെ DPയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമില്ല. സാലറിയും ഉണ്ട്, ബോണസും ഉണ്ട് അല്ലേ? അപ്പം 96,000 പ്ലസ് 16,000 അതിൻ്റെ 7.5% നമ്മൾ എടുക്കുന്നു. ഫർണിച്ചർ ഇല്ലാത്തത് കൊണ്ട് ഫർണിച്ചർ കോസ്റ്റ് കാണണ്ട. ഇതിൻ്റെ ഫിഗർ ആയിരിക്കും ടാക്സബിൾ 8,400. പിന്നെ കാറ് കൊടുക്കുന്നു. നമ്മൾ ബോത്ത് പർപ്പസിന് ഉപയോഗിക്കുന്നതായിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് ബിഗ് കാർ ആയതുകൊണ്ട് 1.6 liters കൂടുതലാണെന്ന് പറയുന്നു. ക്യൂബിക് കപ്പാസിറ്റി, എൻജിൻ കപ്പാസിറ്റി 2,400 പെർ മന്ത് ആയിരിക്കും. 28,800 ഉണ്ടാവും. പിന്നെ സാലറി ഓഫ് സ്വീപ്പർ ആണ് പറയുന്നത്. 1,000 ഇൻറ്റു 12,000. ഓക്കെ, ഇങ്ങനെയാണ് ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു.